ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളിലെ കൊള്ള അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും CPM-യുടെ നേതൃത്വത്തിൽ ഭരണസമിതിയിൽ ഇരിക്കുന്നവരുടെ നേതൃത്വത്തിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ആണ്ടല്ലൂർ ക്ഷേത്രത്തിലും ഇത്തരത്തിലൊരു കൊള്ള നടന്നിരിക്കുന്നുവെന്ന വിവരം ലഭ്യമാകുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ആണ്ടല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഭൂമിയിലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യത കൊണ്ടും അതിന്റെ പ്രത്യേകത കൊണ്ടും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത് 2019 ശേഷം ഇവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല, അങ്ങനെ ഒരു കണക്കെടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2019 ശേഷം ഈ ക്ഷേത്രത്തിൽ വരുന്ന കാണിക്കയായി, അതുപോലെ സ്വർണം, വെള്ളി തരത്തിലുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെ അവിടെ സമർപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അതാത് സമയത്ത് അത് രേഖപ്പെടുത്തുന്നത് പോലും ഇല്ല എന്ന് പറയുന്ന അതിഭയാനകമായ, എല്ലാവരെയും ഭക്തജനങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്ന ഓരോ തലത്തെയും ഇത്തരത്തിലുള്ള വാർത്തകളെ പോലെ തന്നെ നമ്മുടെ ഈ അണ്ടലൂർ ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള പച്ചയായ തീവട്ടിക്കൊള്ള നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം ഇവര് പണത്തെ മാത്രമാണ് നോക്കിക്കാണുന്നത്, അതിന് മാത്രമാണ് കോൺസെൻട്രേഷൻ എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞ്, ലോക്ക്ഡൌൺ കഴിഞ്ഞ് റെസ്ട്രിക്ഷൻ ഒക്കെ ഒഴിവായപ്പോൾ അവിടെ എസെൻഷ്യൽ റിലീജിയസ് ആക്ടിവിറ്റീസ് എന്നുള്ള നിലക്ക് ഒരു കാരണവശാലും അനിവാര്യമായി ഒഴിവാക്കാനാവാത്ത അനിവാര്യമായ ഘടകം എന്നുള്ള നിലക്കുള്ള ചില ചടങ്ങുകൾ അത് നടത്തണമെന്നുള്ള നിലക്ക് നമ്മൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അത് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. ജില്ലാ ഭരണകൂടം ഇവിടെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് ഉത്സവം എങ്ങനെ നടത്തണം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം ക്രമീകരിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു തീരുമാനം. ആ പഞ്ചായത്ത് ഭരണകൂടം അത് അട്ടിമറിക്കുകയായിരുന്നു. ആ വർഷം ഉത്സവം നടത്തിയില്ല. എന്തുകൊണ്ടാണ് ഉത്സവം നടത്താതിരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഭക്തജനങ്ങൾ സാധാരണ നിലയിലുള്ളതുപോലെ വരില്ല. അങ്ങനെ വരാതിരുന്നാൽ അവിടെ പണം ലഭിക്കില്ല. ഈ പറഞ്ഞ കാര്യം, പണത്തെ മാത്രം ആണ് ഇവർ നോക്കുന്നത്. അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഈ സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാനാവാത്ത ഭക്തജനങ്ങളുടെ ഏറ്റവും അനിവാര്യമായ ഈ ആചാര സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. കോവിഡ് കേസുകളുടെ കണക്ക് നോക്കുമ്പോൾ അന്ന് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പിറ്റേ വർഷം അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. അതായത് ഇത് എല്ലാം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ചിത്രം എന്താണെന്ന് വെച്ചാൽ ഈ പണം മാത്രമാണ് ഇവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ പോലുള്ള ചടങ്ങുകൾ വരുന്ന സമയത്ത് അവിടെ ഈ ആഘോഷയാത്രകളൊക്കെ പുറത്ത് പൊതുസ്ഥലത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ അവിടെ വെയിൽ കൊണ്ടോ മഴ കൊണ്ടോ സാഹചര്യം കൊണ്ട് അവിടെ ശ്രീകൃഷ്ണ വേഷം ധരിച്ചിട്ടുള്ള ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവര് ക്ഷേത്ര പറമ്പിൽ കയറി എന്നുള്ളത് കൊണ്ട് അവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയ ധിക്കാരം അവിടെ നടപ്പാക്കിക്കൊണ്ട് അവര് ആ ക്ഷേത്രപ്പറമ്പിൽ ഈ വേഷം ധരിച്ച് കയറാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ തിട്ടൂരം. അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, യഥാർത്ഥ ഭക്തജനങ്ങളെ ഈ ക്ഷേത്ര ഭരണ സംവിധാനങ്ങളുമായും ക്ഷേത്രങ്ങളുമായും നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി അനുവദിക്കുന്നില്ല. ഇവരുടെ ഈ തീവട്ടിക്കുള്ള തിരിച്ചറിയും എന്നുള്ളത് കൊണ്ടാണ് ഈ യഥാർത്ഥ ഭക്തജനങ്ങളെയെല്ലാം അകറ്റി നിർത്തുന്നത് എന്ന് വേണം ഇതിൽ നിന്നൊക്കെ സംശയിക്കേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ശ്യാമോഹൻ, ഈ പിണറായി വിജയന്റെ മൂക്കിൻ തുമ്പത്താണ് ഈ കയ്യേറ്റവും തിരിമറിയും ഒക്കെ നടക്കുന്നത്. മാത്രമല്ല, ഈ വിശ്വാസമില്ലാത്ത ഒരു സംഘത്തെ ഈ ഭരണസമിതിയിൽ പ്രതിഷ്ഠിക്കുന്നു. അവർ അതിൻ്റെ മറവിലിരുന്ന് ഇങ്ങനെ കൊള്ളയും തിരിമറിയും ഒക്കെ നടത്തുന്നു. ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. മാത്രമല്ല, ഭക്തരെയും വേട്ടയാടുന്നു, അതുപോലെ ദൈവത്തെയും വേട്ടയാടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭഗവാന്റെ സ്വത്ത് അത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ ബാങ്കിൽ വെച്ചിരിക്കുകയാണ്, ലോക്കറിൽ. അങ്ങനെ ഒരു ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ സംവിധാനം തന്നെ നിർവഹിച്ചിരിക്കുന്നത് ദേവനെയും ദേവന്റെ സ്വത്തുവകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണോ ഇവിടെ ഇവരിലൂടെ ചെയ്യേണ്ടത് അത് ഇതിന്റെ നേരെ വിപരീതമാണ് ഇന്ന് കേരളത്തിലുടനീളം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നടക്കുന്നത്. അണ്ടലൂർ ക്ഷേത്രത്തിലും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഈ പറഞ്ഞ ദേവനെയും ദേവന്റെ സ്വത്തുവകളെയും സംരക്ഷിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ DYFIയുടെ ബാലസംഘത്തിന്റെ ഒക്കെ പരിപാടികൾ ഈ പറഞ്ഞ ഇവിടെ മേലേക്കാവ് താഴേക്കാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പ്രത്യേകമായ ഇതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവരുടെ ഇടപെടലുകൾ, ഇവർ ഈ ഇത്തരം പരിപാടികൾ നടത്തും.
രാഷ്ട്രീയമായ ധിക്കാരം നടപ്പിലാക്കാനുള്ള ഒരു ഇടവും അതോടൊപ്പം തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളായ കാര്യക്രമങ്ങളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളത് കൊണ്ട് ഇത്തരം ആളുകൾ ആചാരത്തെക്കുറിച്ചോ ഇതിന്റെ പ്രസക്തിയെക്കുറിച്ചോ അറിയാത്ത ആളുകൾ ക്ഷേത്ര ഭരണത്തിൽ നിന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ഭരണം പിന്നെ എങ്ങനെയാണ് നടക്കുക? ആ ഭരണം നടക്കുന്നത് അവർ ഈ പണത്തെ മാത്രം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഈ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ക്ഷേത്രത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി മുണ്ടു മുറുക്കിയെടുത്ത് ഓരോ ഭക്തരും കൊണ്ടുപോയി ഇടുന്ന കാണിക്കയാണ്. ഇവിടെ അതിന്റെ കണക്കുകൾ, വരവ് ചെലവ് കണക്കുകളൊന്നും അവതരിപ്പിക്കാതെ വളരെ കൃത്യമായി 2019 റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കണക്കിൽ അവിടെ കിട്ടിയിരിക്കുന്ന വഴിപാട് രസീതുകളിലും മറ്റുള്ള സംവിധാനങ്ങളിലൂടെയെല്ലാം ലഭിച്ച കണക്കുകൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി റിപ്പോർട്ട് വന്നിട്ടും ആ കാര്യത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് എല്ലാം അതിനുശേഷം പിന്നെ ഓഡിറ്റേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എത്ര സ്ഥാവര ജംഗമ വസ്തുക്കൾ അവിടെ ഉണ്ട് എന്നുള്ളത്, ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഭക്തന്മാർക്ക് അറിയാനുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ള ഈ പ്രത്യേകിച്ച് അണ്ടലൂർക്കാവിലെ ക്ഷേത്രത്തിലെ സംവിധാനത്തെ സംബന്ധിച്ച് അവിടെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുകൊണ്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള അഴിമതിക്കെതിരെ, കൊള്ളക്കെതിരെ അത് വ്യക്തമായ ചിത്രം പുറത്തു വന്ന സ്ഥിതിക്ക് അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഭക്തജനങ്ങളെല്ലാം അണിനിരത്തിക്കൊണ്ട് ഈ ഭക്തജനങ്ങളുടെ ഇടയിൽ വലിയ വലിയ ഒരു പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധത്തിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഭക്തജനങ്ങളുടെ മുഴുവൻ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ അടുത്ത ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭവും ഭക്തജന പ്രതിഷേധ കൂട്ടായ്മയും ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഇത് ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് അറിയാത്ത നിരീശ്വരവാദികളായിട്ടുള്ള ഈശ്വര ഭക്തി ഇല്ലാത്ത, ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരും എന്ന് പറഞ്ഞ് ആ ക്ഷേത്രം തകർത്ത് തപ്പോക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ ഭരണത്തിലുള്ളത്. അപ്പൊ അവരിൽ നിന്ന് ഈ ആചാരം സംരക്ഷിക്കപ്പെടുമെന്നോ ദേവന്റെ സ്വത്തുകളും സംരക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സൂചിപ്പിക്കുന്നത്, മുൻകാലത്തുള്ളവർ ഉൾപ്പെടെ ക്ഷേത്ര ഭരണം രാഷ്ട്രീയക്കാരല്ല നടത്തേണ്ടത്, രാഷ്ട്രീയ വിമുക്തമാകണം. ക്ഷേത്രത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകൾ ഇവിടെ ക്ഷേത്ര ഭക്തരായിട്ടുള്ള ആളുകളാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെയും ജസ്റ്റിസ് ശങ്കരൻ നായർ കമ്മീഷന്റെ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്, അവരുടെ എല്ലാം കമ്മീഷന്റെ റിപ്പോർട്ടുകളുണ്ട്. അതൊന്നും ഇവിടെ നടപ്പിലാക്കാൻ തയ്യാറാവാതെ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ധിക്കാര രാഷ്ട്രീയം നടപ്പിലാക്കേണ്ട ഒരു ഇടമല്ല ക്ഷേത്രം എന്നുള്ളത് കൂടി ഭക്തജനങ്ങൾ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ് ഈ സമയം. യെസ്, ശ്രീ ശ്യാം മോഹൻ പറഞ്ഞത് കൃത്യമാണ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് നന്ദി.